ആ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ. ആ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച്, അതൊക്കെ നോട്ട് ചെയ്യാൻ DTA യൂസ്ഫുൾ ആണ്. ഫോർ ദ ഡീകമ്പോസിഷൻ ഓഫ് polymers and compounds. It can be used for the study of decomposition of polymers and compounds. We have discussed about DTA of hydrated calcium oxalate. Hydrated calcium oxalate DTA നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? ആണോ? DTA. Yes. Using DTA, we can analyze the reactions happening in a compound. ഓരോ സ്പെസിഫിക് ടെമ്പറേച്ചറിലും ഒരു കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, അതാണല്ലോ DTA ഓഫ് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് DTAയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഡീകമ്പോസിഷൻ ഓഫ് പോളിമേഴ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഹൈഡ്രേറ്റഡ് കാൽഷ്യം ഓക്സലേറ്റിൽ ഡീകമ്പോസിഷൻ ഉണ്ടായിരുന്നു. കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. സോ ആ കോമ്പൗണ്ടിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നമുക്ക് DTA യൂസ് ചെയ്ത് സ്റ്റഡി ചെയ്യാം. അതുപോലെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ, ഏതൊക്കെ ടെമ്പറേച്ചറിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത്. We can study those using DTA. ഈ രണ്ട് മെത്തേഡ് കഴിയുന്നതോടെ നമ്മുടെ തെർമൽ അനാലിസിസിലെ രണ്ട് ടെക്നിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. TGA, DTA. എന്തൊക്കെയാണ് ആ രണ്ട് തെർമൽ അനാലിസിസ് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? TGA, what is TGA? And the instrumentation, applications of TGA. Then the thermogram of hydrated calcium oxalate, about the thermal stability of polymers. Then for DTA, what do you mean by DTA? എന്താണ് DTA യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു സബ്സ്റ്റൻസിന്റെ DTA പെർഫോം ചെയ്യുന്നത്? ഏത് പ്രോപ്പർട്ടിയാണ് DTA യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്? Then is instrumentation. What are the applications of DTA? Then DTA of hydrated calcium oxalate. കാൽഷ്യം ഓക്സലേറ്റിന്റെ DTA. ഇത്രയും കവർ ചെയ്യുന്നതോടെ നമ്മുടെ ആ രണ്ട് തെർമൽ അനാലിസിസ് ടെക്നിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോർഷനിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. നോ റെസ്പോൺസ്. ഈ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിലെ അടുത്ത പോർഷനാണ് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ്. ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സിൽ രണ്ട് പോർഷൻസ് ആയിരുന്നു. ഒന്ന് തെർമൽ അനാലിസിസും രണ്ടാമത്തേത് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? Yes or no?
യെസ്. എന്താ ചെയ്തേ? ബോട്ടണി ലാബിലായിരുന്നു തോന്നുന്നു അല്ലേ? എന്താ ചെയ്തേ? പേപ്പർ ക്രോമറ്റോഗ്രഫി ആണോ? പേപ്പർ യൂസ് ചെയ്തിട്ടാണോ ചെയ്തത്? എങ്ങനെയാ ചെയ്തേ? ഓർമ്മയുണ്ടോ അത്? എങ്ങനെയാണോ ക്രോമറ്റോഗ്രഫി ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ലിറ്റ്മസ് പേപ്പർ അല്ല. ലിറ്റ്മസ് പേപ്പർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ ചെക്ക് ചെയ്യാനല്ലേ? ലിറ്റ്മസ് പേപ്പർ അല്ലല്ലോ. ഫിൽറ്റർ പേപ്പർ ആണോ? ആർക്കും ഓർമ്മയില്ല എങ്ങനെയാണ് ക്രോമറ്റോഗ്രഫി ചെയ്തതെന്ന്? സരിക? നോ മാം. ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട, ജസ്റ്റ് ഒരു ഐഡിയ മതി. എന്തെല്ലോ പ്രൊസീജിയർ ചെയ്ത് ലെയർ ലെയർ ആയിട്ട് വരുന്നതല്ലേ ഓരോ സംഭവം. അതെ അതെ അത് തന്നെയാണ്. ഒരു മിനിറ്റ്, നിങ്ങളുടെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു. ആത്ര? പ്രസന്റ് മാം. അഭിജിത്ത്? അഭിജിത്ത് കെ പി? Present, ma'am. അഭിരാഗ്? Present, ma'am. അബിൻ? Present, ma'am. ആദിത്യ? പ്രസന്റ് മാം. അദ്വൈത്? Present, ma'am. അഫ്ര? പ്രസന്റ് മാം. അക്ഷയ? പ്രസന്റ് മാം. അമൽ? Present, ma'am. അമാന? അമയ? പ്രസന്റ് മാം. അങ്കിത? പ്രസന്റ് മാം. അനന്യ? പ്രസന്റ് മാം. അനുശ്രീ? പ്രസന്റ് മാം. അനുശ്രീ വി? പ്രസന്റ് മാം. അന്വയ? പ്രസന്റ് മാം. ആര്യ? അതുൽ? Present, ma'am. അതുലൻ? ചന്ദന? ദിയ? പ്രസന്റ് മാം. ദിയ ടി എം? പ്രസന്റ് മാം. ഫർഹാന? പ്രസന്റ് മാം. ജമീന? പ്രസന്റ് മാം. പ്രിൻസി? പ്രസന്റ് മാം. ഫിദ? പ്രസന്റ് മാം. ഹിബ? പ്രസന്റ് മാം. ഹുസ്ന? പ്രസന്റ് മാം. ജയദീപ്? Present, ma'am. ഖദീജ? പ്രസന്റ് മാം. റെയ്ഹാൻ? സലീം? ഫസൽ? യെസ് ആര്യ? ഷാസ്? Present, ma'am. നന്ദന? പ്രസന്റ് മാം. ഋതുൽ? രാഗിൽ? ഓക്കെ ഋതുൽ. Present, ma'am. റാനിയ? വിശാൽ? നസ്രി? പ്രസന്റ് മാം. സരിക? പ്രസന്റ് മാം. സൈന? പ്രസന്റ് മാം. സിക്ത? പ്രസന്റ് മാം. നേഹ? പ്രസന്റ് മാം. സൂര്യ? വിനയ? സൂര്യനന്ദ? സൂര്യനന്ദ? വിനയ? 38 plus 2 40. ഓക്കെ. സരിക പറഞ്ഞ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു അല്ലെ? അതിലെ കോമ്പോണൻസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു. That mixture was loaded on the paper. ആ മിക്സ്ചർ പേപ്പറിൽ ലോഡ് ചെയ്യുന്നു. Then it is inserted in a mobile piece. It was inserted in a solvent.
ആ സ്പോട്ട് ചെയ്തിരിക്കുന്ന സാമ്പിൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന പേപ്പറിനെ ഒരു സോൾവെന്റിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. As time progress, you can see the components in the mixture gets separated. ആ മിക്സ്ചറിലുള്ള കോമ്പണൻസ് എന്ത് ചെയ്യുന്നു? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, സമയം കൂടുന്നതിനനുസരിച്ച് അവിടെ സെപ്പറേഷൻ നടക്കുന്നു. അത് ചിലപ്പോൾ സെപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ആ കോമ്പണൻസിലുള്ള ആ മിക്സ്ചറിലുള്ള കോമ്പണൻസിന്റെ ഐഡന്റിഫിക്കേഷൻ ആവാം, or it can be purification. So we are using chromatographic methods to identify or to separate or to purify the components present in a mixture based on the differing affinities for two phases with which they come in contact with. We can identify, separate, and purify components in a mixture. ഒരു മിക്സ്ചറിലുള്ള കോമ്പണൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഐഡന്റിഫിക്കേഷൻ, സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറിംഗ് അഫിനിറ്റീസ് ഫോർ ടു ഫേസസ് with which they come in contact with. ഈ മിക്സ്ചറുമായി കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് ഫേസസിന്റെ ഇടയിലുള്ള ഈ കോമ്പോണൻസിന്റെ ഡിസ്ട്രിബ്യൂഷനിലെ അഫിനിറ്റീസിലുള്ള ഡിഫറൻസ് ആണ് ഈ സെപ്പറേഷനും ഐഡന്റിഫിക്കേഷനും പ്യൂരിഫിക്കേഷനും കാരണമായിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, മിക്സർ വാസ് loaded at these points. Mixture ഈ പോയിന്റ്സിലൊക്കെ ലോഡ് ചെയ്തു. And there are two phases. ആ ഫേസസിന്റെ അതിനോടുള്ള ഈ മിക്സ്ചറിന്റെ അഫിനിറ്റിയുടെ ബേസിസിലാണ് സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും ഒക്കെ ചെയ്യുന്നത്. ഏതാണ് രണ്ട് ഫേസസ്? ടു ഫേസസ്. Chromatographic method is based on the selective distribution of components in a mixture between a fixed phase and a moving phase. That is, in every chromatographic methods, there will be two phases. എല്ലാ chromatographic methodsലും രണ്ട് phases ഉണ്ട്. ആ ഫേസസ് ആണ് ഫിക്സഡ് ആയിട്ടുള്ള, മീൻസ് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഫേസ്, ദാറ്റ് ഈസ് സ്റ്റേഷനറി ഫേസ്. ആൻഡ് സെക്കൻഡ് ഫേസ്, ഇറ്റ് ഈസ് മൂവിങ്, സോ ഇറ്റ് ഈസ് നോൺ ആസ് മൊബൈൽ ഫേസ്. ദ ടു ഫേസസ് ഇൻ എ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് ആർ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. ആ രണ്ട് ഫേസസ് ആണ് ഏതൊരു ക്രോമറ്റോഗ്രാഫിയിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഫേസസിനെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതിൽ ഏതൊക്കെ ഫേസസിനെ സ്റ്റേഷനറി ഫേസ് ആയിട്ടും മൊബൈൽ ഫേസ് ആയിട്ടും യൂസ് ചെയ്യാം? You can use solid or liquid as the stationary phase. Solid or liquid can be used as the stationary phase in chromatographic method. And liquid or gas can be used as the mobile phase. നമ്മൾ ഈ പറയുന്ന മൂന്ന് ഫേസസ് ഉണ്ടല്ലോ, കോമൺലി നമ്മൾ പറയുന്ന മൂന്ന് ഫേസസ്, അതിലെ ഗേഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളത് സ്റ്റേഷനറി ഫേസിൽ യൂസ് ചെയ്യുന്നില്ല. ഗേഷ്യസ് ഫേസ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ സോളിഡ് എന്നുള്ളത് മൊബൈൽ ഫേസ് ആയിട്ടും
യൂസ് ചെയ്യുന്നില്ല. സോ സ്റ്റേഷനറി ഫേസ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും. മൊബൈൽ ഫേസ് ആണെങ്കിൽ മൂവിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗറിലെ ഈ ഒരു ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ഏതായിരിക്കും? സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്? Stationary phase, which means it is fixed. ഫിക്സഡ് ആയിട്ടുള്ള ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ്. ഈ ഒരു എക്സ്പെരിമെന്റിലെ സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? യെസ് നസ്രി, സോളിഡ്. ഏതാണ് സോളിഡ് എന്ന് പറഞ്ഞത്? ഈ സോളിഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ പേപ്പർ ആണോ? പേപ്പർ ആണോ മിസ്റ്റേ? Then what about mobile face? Okay, mister. ഈ സോളിഡ് ഈ യൂസ് ചെയ്തിരിക്കുന്ന പേപ്പർ ഈ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് തിൻ ലെയർ ക്രോമറ്റോഗ്രഫി പ്ലേറ്റ് ആണ്. ഏതായാലും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സബ്സ്റ്റൻസ് ഈ ഒരു സോളിഡ് ഫേസ് ആണ് ഇവിടെയുള്ള സ്റ്റേഷനറി ഫേസ്. സോളിഡ് is the stationary phase here. Then what about mobile phase? Which is the mobile phase here? Yes, solvent that is liquid. Yes, actually, use ചെയ്തിരിക്കുന്ന solvent. That means liquid is the mobile phase. എന്തുകൊണ്ടാണ് ലിക്വിഡ് ആണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്? ബിക്കോസ് അതാണ് ഈ സോളിഡ് സ്റ്റേഷനറി ഫേസിന്റെ സർഫസിലൂടെ മൂവ് ചെയ്ത് പോകുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന സോൾവെന്റ് അതാണ് ഈ സോളിഡ് സ്റ്റേഷനറി സർഫസിന്റെ മുകളിലൂടെ മൂവ് ചെയ്ത് പോകുന്നത്. നമുക്കറിയാം മൊബൈൽ ഫേസ് ആണെങ്കിൽ അത് മൂവിങ് ആയിരിക്കും. ഇവിടെ മൂവ് ചെയ്യുന്നത് ഈ യൂസ് ചെയ്തിരിക്കുന്ന ലിക്വിഡ് ആണ്, സോൾവെന്റ് ആണ്. അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ മിക്സ്ചറിലുള്ള കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ എന്താണ് മൊബൈൽ ഫേസ്, എന്താണ് സ്റ്റേഷനറി ഫേസ്? ഫിക്സഡ് ആയിട്ടുള്ള ഫേസിനെയാണ് സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. മൂവിങ് ആയിട്ടുള്ള ഫേസിനെയാണ് മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? And we can classify chromatographic techniques. എങ്ങനെയാണ് ഈ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫേസിന്റെയോ സ്റ്റേഷനറി ഫേസിന്റെയോ ബേസിസിൽ നമുക്ക് ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് സെപ്പറേഷൻ. ഒരു മിക്സ്ചറിലുള്ള കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്? That means classification based on mechanism of separation.
എന്താണ് ക്രോമറ്റോഗ്രഫി എന്ന് ക്ലിയർ ആയോ? Okay. Then about the classification. Chromatographic methods can be classified based on the mechanism of separation. Based on the mechanism of separation. ഏത് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ആ മിക്സ്ചറിലെ കോമ്പണൻസ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്: adsorption and partition. Adsorption and partition are the mechanism of separation of components in a mixture in chromatography. എന്താണ് ഈ adsorption? What do you mean by adsorption? AD. Adsorption. അഡ്സോർപ്ഷൻ എന്നുള്ളൊരു ടേം കേട്ടിട്ടില്ലേ നമ്മള്? അഡ്സോർപ്ഷൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ? അഡ്സോർപ്ഷൻ AD. ഓക്കെ, എന്തായിരുന്നു അഡ്സോർപ്ഷൻ? ഒരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ മാത്രമാണ് അഡ്സോർബന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മീൻസ് ഒരു മോളിക്യൂള് വേറൊരു മോളിക്യൂളിന്റെ സർഫസിൽ മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ അഡ്സോർപ്ഷൻ എന്നാണ് പറയുക. അതൊരു സർഫസ് ഫിനോമിനൻ ആണ്. ഒരു മോളിക്യൂളിന്റെ സർഫസിൽ വേറൊരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ AD അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആ മോളിക്യൂളിൽ എൻറ്റയർ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്പോഞ്ച് വെള്ളത്തിലിട്ടാൽ ആ സ്പോഞ്ച് എന്ത് ചെയ്യും? അതിന്റെ ഫുൾ സൈസിൽ അല്ലെങ്കിൽ ആ ഫുൾ ഡയമെൻഷനിൽ വെള്ളം അബ്സോർബ് ചെയ്യും. അത് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനൻ ആണ്. ആ സർഫസിൽ മാത്രം അക്യൂമുലേറ്റ് ചെയ്യുന്ന വേറൊരു മോളിക്യൂൾ, അവിടെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. Then partition. That is the principle of adsorption chromatography. അതൊരു സർഫസ് ഫിനോമിനൻ ആണ്. സർഫസിൽ മാത്രമാണ് മോളിക്യൂൾസിന്റെ അക്യുമുലേഷൻ വരുന്നത്. Then partition. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ മിക്സ്ചറിലുള്ള components gets separated between two liquid phases. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ രണ്ട് ലിക്വിഡ് ഫേസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ രണ്ട് ലിക്വിഡ് ഫേസസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ലിക്വിഡ് ഫേസസിനും ഇടയിലാണ് കോമ്പണൻസിന്റെ സെപ്പറേഷൻ നടക്കുന്നത്. പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിയിൽ രണ്ട് ലിക്വിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ലിക്വിഡ് ഫേസിന്റെ ഇടയിലാണ് കോമ്പണൻസിന്റെ സെപ്പറേഷൻ നടക്കുന്നത്. So we can classify chromatography into two based on mechanism. And we can classify this chromatography into four based on the types of stationary phase and mobile phase.
ഇതിലെ ഓരോ ടൈപ്പ് ക്രോമറ്റോഗ്രഫിയെയും സ്റ്റേഷനറി ഫേസിന്റെയും മൊബൈൽ ഫേസിന്റെയും ബേസിസിൽ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് ആദ്യമുള്ള അബ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ you can classify it into 4 based on stationary phase and mobile phase. They are liquid solid chromatography, gas solid chromatography, adsorption column chromatography, and thin layer chromatography. Liquid solid, gas solid, adsorption column, and thin layer chromatography. ആ നാല് കേസസിലും സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. കൊടുത്തിരിക്കുന്ന 4 കേസസിലും സ്റ്റേഷനറി ഫേസ് സോളിഡ് ആണ്. മൊബൈൽ ഫേസിലാണ് ഡിഫറൻസ് ഉള്ളത്. ആൻഡ് ദോസ് മൊബൈൽ ഫേസ് ക്യാൻ ബി ഐദർ ലിക്വിഡ് ഓർ ഗ്യാസ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫേസ് ഒന്നുകിൽ ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ഗ്യാസ് ആവാം. അതെങ്ങനെയാണ്? If we are considering liquid solid chromatography, we know the stationary phase is solid. The stationary phase in liquid solid chromatography is solid. Mobile phase in liquid solid chromatography, it is liquid. യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ക്രോമറ്റോഗ്രഫിയുടെ നെയിമിങ്ങും അത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസ്, ക്രോമറ്റോഗ്രഫിയുടെ പേര്, ഇതുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഫസലെ, ഫസൽ, ക്രോമറ്റോഗ്രഫിയുടെ പേരിൽ കാണാം ലിക്വിഡ് സോളിഡ് ആണ്. Liquid is the mobile phase, solid is the stationary phase. Liquid, it is the mobile phase, solid is the stationary phase. So chromatography എങ്ങനെയാണ് നെയിമിംഗ് കൊടുത്തത്? ആദ്യം മൊബൈൽ ഫേസ്, then stationary phase chromatography. Then what about gas solid chromatography? Mobile phase, it is the gas used, and the stationary phase, it is solid chromatography. Gas solid chromatography means mobile phase, stationary phase chromatography. Then for adsorption column chromatography, as we know, solid is the stationary phase. Adsorption column chromatography, ഇവിടെ അബ്സോർപ്ഷൻ ആണ് പ്രിൻസിപ്പൽ എങ്കിൽ യൂസ് ചെയ്യുന്ന കോളം ക്രോമറ്റോഗ്രഫി ആണ് അബ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി. അതിന് സ്റ്റേഷനറി ഫേസും സോളിഡ് ആണ്. സോളിഡ് കോളം, സ്റ്റേഷനറി ഫേസ് സോളിഡ് കോളം, ആൻഡ് മൊബൈൽ ഫേസ് ഇസ് ലിക്വിഡ്. മൊബൈൽ ഫേസ് ഇസ് ലിക്വിഡ്. For thin layer chromatography, here also we are using solid adsorbent, means stationary phase. It is solid. And thin layer chromatography ആയതുകൊണ്ട് we are using a TLC plate. ഒരു thin layer chromatography plate ആണ് യൂസ് ചെയ്യുന്നത്.
അവിടെയും സോളിഡ് തന്നെയാണ് സ്റ്റേഷനറി ഫേസ്. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് സോളിഡ് ഫേസിനെ, സോളിഡ് സബ്സ്റ്റൻസിനെ എന്താണ് നമ്മൾ അഡ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ സോളിഡ് അഡ്സോർബന്റിനെ ഒരു ഗ്ലാസ് പ്ലേറ്റിലേക്ക് കോട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന thin layer chromatography plate, which is the stationary phase. Thin layer chromatography plate. TLC യെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ നമുക്കുണ്ട്. നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? You can classify absorption chromatography into 4 based on stationary phase and mobile phase. Then about partition chromatography. It can be of 4 types based on stationary phase and mobile phase. Again, അവിടെയും ക്ലാസിഫിക്കേഷൻ വരുന്നത് സ്റ്റേഷനറി ഫേസിന്റെയും മൊബൈൽ ഫേസിന്റെയും ബേസിസിലാണ്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി, പാർട്ടീഷൻ കോളം ക്രോമറ്റോഗ്രഫി, പാർട്ടീഷൻ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. Partition chromatography can be subdivided into 4. ഈ ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ ഏതാണ് സ്റ്റേഷനറി ഫേസ്? ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ ഏതാണ് സ്റ്റേഷനറി ഫേസ്? അങ്കിത, ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയില് സ്റ്റേഷനറി ഫേസ് ഏതാണ്? സ്റ്റേഷനറി ഫേസ് ലിക്വിഡ് ആണ്. മൊബൈൽ ഫേസോ? അതും ലിക്വിഡ് ആണ്. എങ്ങനെ നമ്മൾ നോക്കേണ്ടത്? ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ലിക്വിഡ് ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നതിന് ഏതാണ് സ്റ്റേഷനറി ഫേസ്, ഏതാണ് മൊബൈൽ ഫേസ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഫേസ് അത് മൊബൈൽ ആയിരിക്കും. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ഫേസ് that will be mobile phase is followed by stationary phase. ആദ്യം കൊടുത്തിരിക്കുന്ന മൊബൈൽ ഫേസ് ആണ്, അതിനുശേഷമാണ് സ്റ്റേഷനറി ഫേസ് വരുന്നത്. സോ ലിക്വിഡ് ഈസ് ദ മൊബൈൽ ഫേസ് ആൻഡ് ലിക്വിഡ് ഈസ് ദ സ്റ്റേഷനറി ഫേസ് ഇൻ ലിക്വിഡ് ക്രോമറ്റോഗ്രഫി. സെയിം ലിക്വിഡ് തന്നെയാണോ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും? നോ. We are using 2 liquids which are immiscible. We are using 2 liquids which are immiscible. തമ്മിൽ മിക്സ് ചെയ്യാത്ത 2 ലിക്വിഡ്സിനെയാണ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും ആയിട്ട് യൂസ് ചെയ്യുന്നത്. തമ്മിൽ മിക്സ് ചെയ്യാത്ത immiscible liquids. Then about gas liquid chromatography. ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ഏതാ ഖദീജ? ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ഖദീജ? യെസ് മാം. ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ഗ്യാസ് അല്ല, ഗ്യാസ് ആണോ? ക്രോമറ്റോഗ്രഫിയിലെ നെയിമിംഗ് നോക്കിയിട്ട് അതിൽ ആദ്യം വരുന്നത് ഏതാ? മൊബൈൽ ഫേസ് ആണോ സ്റ്റേഷനറി ഫേസ് ആണോ? മൊബൈൽ ഫേസ്. ആദ്യം വരുന്നത് മൊബൈൽ ഫേസ്, രണ്ടാമത് വരുന്നത്
Stationary phase, solid. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിലെ സ്റ്റേഷനറി ഫേസ് ഏതാണ്? Stationary phase upon liquid. ലിക്വിഡ്. മൊബൈൽ ഫേസിലോ? Gas. Yes. Let's put it up. So in gas liquid chromatography, gas will be the mobile phase, liquid will be the stationary phase. And if column chromatography is based on partitioning, is based on principle of partition. It is known as partition column chromatography. Column chromatography സെപ്പറേഷന്റെ പ്രിൻസിപ്പിൾ പാർട്ടീഷൻ ആണെങ്കിൽ അത് പാർട്ടീഷൻ കോളം ക്രോമറ്റോഗ്രഫി ആണ്. അഡ്സോർപ്ഷൻ ആണെങ്കിൽ അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി ആണ്. പാർട്ടീഷൻ ആണെങ്കിൽ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി ആണ്. തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ സെപ്പറേഷൻ മെക്കാനിസം പാർട്ടീഷൻ ആണെങ്കിൽ പാർട്ടീഷൻ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി ആണ്. അഡ്സോർപ്ഷൻ ആണെങ്കിൽ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി. ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സോളിഡ് ആൻഡ് ലിക്വിഡ് അല്ല ഗ്യാസ് ആൻഡ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് ഗ്യാസ് ആൻഡ് ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ് ആയി യൂസ് ചെയ്തിട്ട് ഏതൊക്കെ ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് ഉണ്ട്? ഗ്യാസ് ആൻഡ് ലിക്വിഡ് സ്റ്റേഷനറി ആൻഡ് മൊബൈൽ ഫേസ് ആയി യൂസ് ചെയ്തിട്ടുള്ള ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഗ്യാസ് സ്റ്റേഷനറി ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രോമറ്റോഗ്രഫി മെത്തേഡ് ഉണ്ടോ? ഗ്യാസ് ആസ് സ്റ്റേഷനറി ഫേസ്. ഗ്യാസ് സ്റ്റേഷനറി ഫേസ് ആയിട്ടുള്ള ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്സ് ഉണ്ടോ? No. Stationary phase can be solid or liquid. Okay. Then, liquid stationary phase ആയിട്ടുള്ള chromatography methods ഏതൊക്കെയാണ്? Liquid as stationary phase. Liquid as stationary phase. ലിക്വിഡ് സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ നിങ്ങൾ ഈ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി നോക്കുകയേ വേണ്ട. അതിലെല്ലാ സ്റ്റേഷനറി ഫേസും സോളിഡ് ആണ്. ഞാൻ ചോദിച്ചത് ലിക്വിഡ് ആസ് സ്റ്റേഷനറി ഫേസ് ആണ്. ലിക്വിഡ് ആൻഡ് ഗ്യാസ് ലിക്വിഡ്. യെസ് ഹരിക. ലിക്വിഡ് chromatography and gas liquid chromatography. In both mobile phase it is liquid. Liquid is used as the mobile phase in both chromatography. Liquid and gas liquid. Then is gas as mobile phase. Gas mobile phase ആയിട്ട് യൂസ് ചെയ്യാവുന്ന chromatography. Gas, liquid, one more. Gas solid. Yes. Gas solid chromatography. Mobile phase is gas. Gas liquid chromatography. Mobile phase is gas. Okay.
ഇത് ക്ലിയർ ആണല്ലോ അല്ലേ? Then about column chromatography. ഈ കോളം ക്രോമറ്റോഗ്രഫിയില് സെപ്പറേഷന്റെ മെക്കാനിസം എന്തായിരുന്നു? കോളം ക്രോമറ്റോഗ്രഫിയില് സെപ്പറേഷന്റെ മെക്കാനിസം എന്തായിരുന്നു? അഡ്സോർപ്ഷൻ ആണോ പാർട്ടീഷൻ ആണോ? രണ്ട് കേസസും ഉണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ കണ്ടല്ലോ. അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി ആൻഡ് പാർട്ടീഷൻ കോളം ക്രോമറ്റോഗ്രഫി. Adsorption column chromatography and partition column chromatography. If you are using column of solid column as the adsorbent, then it is adsorption column chromatography. Solid column as the adsorbent. എന്താണ് ഈ adsorbent എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു സോളിഡ് സബ്സ്റ്റൻസിന്റെ സർഫസിലേക്കാണ് അഡ്സോർപ്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഒരു സോളിഡ് സബ്സ്റ്റൻസിന്റെ സർഫസിലേക്കാണ് അഡ്സോർപ്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് അഡ്സോർപ്ഷൻ കോളം ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത്. And if you are using this solid column as a support to the liquid adsorbent, if we are using solid column as a support to the liquid adsorbent, that is known as partition chromatography. If the adsorbent is solid, chromatography is known as adsorption chromatography. If the adsorbent is liquid, then the chromatography is partition column chromatography. Okay, sorry. Okay, ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ.